പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ വിളിച്ച വിരുന്നിന്റെയും മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്ത ക്രിസ്മസ് പുതുവത്സര വിരുന്നിന്റെയും സമയം ഒന്നു തന്നെയാണ്, ഉച്ചയ്ക്ക് 12:30. പക്ഷേ ആദ്യത്തേതിൽ രാഷ്ട്രീയം സംസാരിച്ചില്ല, മണിപ്പൂർ സംസാരിച്ചില്ല എന്ന പ്രതിഷേധ പരാമർശമുയർന്നു, വിമർശനമുയർന്നു, പരിഹാസമുയർന്നു. ഇന്നത്തെ വിരുന്നിൽ ചർച്ചയായത് എന്താണ്? രണ്ടിടത്തും ഉണ്ടായിരുന്നല്ലോ സഭാധ്യക്ഷന്മാർ. ഇന്നത്തെ വിരുന്നിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വിരുന്നിൽ ചർച്ചയായത് എന്നതിനേക്കാൾ ഇത് ഞങ്ങൾ കാണുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലിരിക്കുന്ന രണ്ടുപേർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിരിച്ച ഒരു വിരുന്നിൽ ഞങ്ങൾ പങ്കെടുത്തു, സഭാ മേലധ്യക്ഷന്മാർ പങ്കെടുത്തു. അത് ജനാധിപത്യ പ്രക്രിയയോടുള്ള വിധേയത്വമാണ്, ജനാധിപത്യത്തെ മാനിക്കലാണ്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിലെ രാഷ്ട്രീയം എന്നതിനേക്കാൾ ഉപരി സമന്വയത്തിൻ്റെയും മാനവ സ്നേഹത്തിൻ്റെയും ഒരു സന്ദേശം പകരുന്ന ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തിൽ അതിനെ അംഗീകരിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ഒരു വിരുന്ന് ഒരുക്കുമ്പോഴത്തേക്കിന് സഭാധ്യക്ഷന്മാരോടൊപ്പം അണിചേരുവാനായിട്ടും അവർ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകുമ്പോഴത്തേക്കിന് അത് അവർ പോയി എന്നത് മാത്രമാണ് അതിലെ രാഷ്ട്രീയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരിക്കാം. ആ രാഷ്ട്രീയം സഭയുടെ മേലധ്യക്ഷന്മാരുടെ ഈ വരവിനുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. അത് രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, സമന്വയത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് പക്ഷേ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അങ്ങോട്ട് എത്തുന്ന രാഷ്ട്രീയമല്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കണം എന്നാണ് പറയുവാനായിട്ടുള്ളത്. ഇവിടുത്തെ കർഷകന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരുമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കില്ല ഞങ്ങൾക്കുണ്ടായിരിക്കുക. ഇവിടുത്തെ മറ്റു പീഡനങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ, ക്രൈസ്തവ പീഡനങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സംസാരമായിരിക്കില്ല ഞങ്ങൾക്കുണ്ടായിരിക്കില്ല. പക്ഷേ ജനാധിപത്യ പ്രക്രിയയെ ഞങ്ങൾ സ്വീകരിക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. അതിലെ തലവന്മാരെന്ന നിലയിൽ അവരെ അംഗീകരിക്കുവാനായിട്ട്, ഓരോ വ്യക്തിയെ ബഹുമാനിക്കുവാൻ, അധികാര സ്ഥാനങ്ങളെ ബഹുമാനിക്കുവാനായിട്ട് ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ സഭ അത് മാനിക്കുവാനായിട്ട് ക്രൈസ്തവ സഭ തയ്യാറാണ്. അതിൻ്റെ ലക്ഷണം കൂടിയാണ് ഈ രണ്ടിടത്തും പോയതിനുള്ള കാണുക.